ഇവിടെ സ്പെഷ്യൽ ചെന്നൈ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചെന്നൈ ബിരിയാണി എന്ന് പറയുന്നത് തമിഴ്നാട് ബിരിയാണി എന്ന് നമ്മൾ പറയും. ചെന്നൈ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതാ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്, മല്ലിയില, കറിവേപ്പില, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പട്ട ഗ്രാമ്പു പെരുംജീരകമൊക്കെ ഇട്ട് പൊടിച്ച പൊടിയാണ് ഇത്. മല്ലിപ്പൊടി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി, 2 വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് പച്ചമുളക്, പിന്നെ തൈര് വേണം. തൈര്, ചിക്കൻ ചിക്കൻ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്, റൈസ് ഒക്കെ കൂടി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, 1 കിലോ അരിയുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അതൊക്കെ കേട്ടോ. നമ്മളിത് അടുപ്പ് കത്തിച്ചു, കുക്കർ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ആവശ്യമായ ഓയിൽ ഒഴിക്കാം. നമ്മൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായി, നമ്മളിത് സവാള ഇടണം. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മളതിൽ 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളത് ഫുഡ് അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് ഫുഡ് ഇടാം. ചിക്കനിക്കും ചോറിനും വേണ്ടതാണ്. ഇത് കട്ടാം. നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമ്മളതിൽ എന്ത് ചേർക്കണം? പട്ട ഗ്രാമ്പു പൊടിച്ചിട്ടുണ്ട്, അതൊരു 2 ടീസ്പൂൺ മതിയാവും. രണ്ട് ടീസ്പൂണ് പട്ടയും ഗ്രാമ്പും പെരുംജീരകവും ഇട്ട് പൊടിച്ചതാണ്. അതിട്ട് നന്നായിട്ട് മൂക്കണം. മൂത്തതിന് ശേഷം നമ്മൾ 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 ടൊമാറ്റോ ഇട്ട് ഇത് നന്നായിട്ട് എണ്ണയിലിട്ട് വാടി കിട്ടണം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കട്ട് ചെയ്ത് വെച്ച ഒരു പച്ചമുളക്, പിന്നെ വാഴനയില, അത് നമ്മൾ ഒരു കഷ്ണം ചേർക്കണം. ഇട്ട് നന്നായിട്ട് പച്ചമുളക് വാടക്കണം. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ച മസാലാസ് ചേർക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് വറുത്ത് വെച്ചതാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. നന്നായി എണ്ണയിലിട്ട് മരിഞ്ഞതിന് ശേഷം ചിക്കൻ മസാല കുറച്ച് ചേർത്തിയാൽ മതി. ചോറും ചിക്കനും കൂടിയിട്ട് ഒരുമിച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് 1.5 ടീസ്പൂൺ എടുക്കാം ചിക്കൻ മസാല. ചിക്കനും വേണ്ട മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് വാട്ടണം. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം ചേർക്കാം. കുട്ടികളെ കാരണം അധികം എരിവ് ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടിയിട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് മൂക്കണം. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസായ കറിവേപ്പില, മല്ലിയില, അത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് വാട്ടാം. അതിന് ശേഷം നമ്മൾ ഇതൊക്കെ വാടിയതിന് ശേഷം നമ്മളിതാ
വാങ്ങി വെച്ച തൈരാണ്. ഈ തൈര് നമ്മൾ ചിക്കനിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് മതി. നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ കുക്കറിലോട്ട് ഇടാം. കഴുകി വെച്ച ചിക്കൻ കുക്കറിലോട്ട് ഇടാൻ പോവാണ്. നന്നായിട്ട് മസാല ഒക്കെ ആ ചിക്കനിൽ ഇരുന്ന് മിക്സ് ആവണം. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സാൾട്ട് ചേർത്തിട്ടില്ല. സാൾട്ട് നന്നായിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ആ മസാല ചിക്കനിൽ പിടിക്കണം. മസാല പിടിച്ചിട്ടുണ്ട്. നമ്മൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് അരിന്ന് ഇരട്ടി എടുത്തു. 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നമ്മൾ അരി വേവാൻ തരത്തിൽ 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ചിക്കനിലോട്ട് ആഡ് ചെയ്യണം. നന്നായിട്ട് ഇളക്കണം. നമ്മൾ അരി കഴുകി ഇതിലിടണം. അത്യാവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. നമ്മളിതാ അരിയൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാം. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ച കുറച്ച് മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില നമ്മളിടാം. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിലിൽ നമ്മൾ ചിക്കനും റൈസും വെന്തോളും. അങ്ങനെ നമ്മുടെ ചെന്നി ബിരിയാണി റെഡിയാക്കാം. നമ്മളിതാ കുക്കറൊക്കെ മൂടി വെച്ചു. ഇനി ഇതൊരു വിസിലിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, വന്നു. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപയോഗിക്കാം. കുക്കർ വിസിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചെന്നൈ ബിരിയാണി റെഡി. ഇനി ഇതൊരു നമ്മളൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് മല്ലിയില തൂകാം. നല്ല സ്മെല്ലെടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ചെമ്മീൻ ബിരിയാണി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് അത്യാവശ്യത്തിന് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മസാലാസ് കൂട്ടി മതി. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.